പ്രായത്തിൽ ഒരുപാട് മനോരാജ്യവും സ്വപ്നങ്ങളും ഒക്കെ ഉള്ള പ്രായത്തിൽ ഒരു വേഷം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചിലർ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും. ഒരുപാട് സ്വപ്നം കാണുന്ന പ്രായത്തിൽ നമ്മളൊക്കെ അത് ചെയ്തിട്ടുള്ളവരാണ്. ചിലരെ മനസ്സിൽ കണ്ട് ഇന്നടുത്ത് കാണും, അപ്പൊ ഞാൻ ഇന്ന വേഷത്തിൽ ചെല്ലണം എന്നൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ അബോധപൂർവകമായി നമുക്ക് തോന്നുകയും നമ്മൾ തീരുമാനിക്കുകയും ചെയ്യും. ആ വിധത്തിൽ എന്തോ ഒന്നാണ് അവളുടെ ഈ മാറ്റം. പതിവിന് വിപരീതമായി അവൾ മോടിയായി വസ്ത്രധാരണം ചെയ്യുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരി അവൾ തിരഞ്ഞെടുത്തു, അവളുടെ നിറത്തിന് യോജിച്ച സാരി. ചമഞ്ഞു പാർവതി പതിവിലുമേറെ ചമഞ്ഞിറങ്ങി പുലർന്നപ്പോൾ, ചമഞ്ഞു പാർവതി പതിവിലുമേറെ ചമഞ്ഞിറങ്ങി പുലർന്നപ്പോൾ, അടുത്തു കൊച്ചു തടാകം അവൾക്കോ അടക്കുവാനരുതുൾക്കിടിലം, അടുത്തു കൊച്ചു തടാകം അവൾക്കോ അടക്കുവാനരുതുൾക്കിടിലം. ആ തടാക തീരത്തെ സമീപിക്കും തോറും അവളുടെ നെഞ്ചിന്റെ കിതപ്പേറിയേറി വന്നു. അവൾക്കുറപ്പുണ്ടവിടെവിടെങ്കിലും അണഞ്ഞു നിൽക്കും ദേവയ്യൻ, അവൾക്കുറപ്പുണ്ടവിടെവിടെങ്കിലും അണഞ്ഞു നിൽക്കും ദേവയ്യൻ, അടുത്തു കൊച്ചു തടാകം അവൾക്കോ അടക്കുവാനരുതുൾക്കിടിലം. ഇതാ അവൾ ആ തടാക തീരത്തെത്തിക്കഴിഞ്ഞു. അവിടെ ജനശൂന്യമായി കാണപ്പെട്ടു, ആരും അവിടെയില്ല. അവളുടെ മുഖം വല്ലാതെയായി. ഏറെ ചമഞ്ഞു നീ ആർക്കു വേണ്ടി ചൂടി നിൽക്കൂ വസന്തലക്ഷ്മി, ഏറെ ചമഞ്ഞു നീ ആർക്കു വേണ്ടി ചൂടി നിൽക്കൂ വസന്തലക്ഷ്മി, ജീവന ഭംഗികൾ ആസ്വദിക്കാൻ ആരാരിവിടെ അണഞ്ഞിടുന്നു. 2 ദിവസം മുമ്പ് അവൾ ആ പനിനീർ ചെടിയോട് ചോദിച്ച ചോദ്യം അവളുടെ മനസ്സാക്ഷി ഇതാ അവളോട് ചോദിക്കുന്നു. ഏറെ ചമഞ്ഞു നീ ആർക്കു വേണ്ടി ചൂടി നിൽക്കൂ വസന്തലക്ഷ്മി, ഏറെ ചമഞ്ഞു നീ ആർക്കു വേണ്ടി ചൂടി നിൽക്കൂ വസന്തലക്ഷ്മി. അവൾ ചുറ്റുപാടും നോക്കി, ദേവയ്യനെ നോക്കി. അയാൾ വല്ല പുസ്തകവുമില്ല, അയാൾ പറ്റിച്ചതാണല്ലോ. അവൾക്കൊരു നിരാശ തോന്നി. പക്ഷേ അധികം ഒന്നും പ്രകടിപ്പിക്കാതെ അവളിതാ അവളുടെ വഴിക്ക് നടക്കുന്നു. അയാളെ അന്വേഷിക്കാനും മറ്റും പോയില്ല. അവൾ ഒരു 10-15 വാര മുമ്പോട്ട് നടന്നു കാണും. നിൽക്കൂ, ഒരു ശബ്ദം. അവൾ തിരിഞ്ഞു നോക്കി. അവൾ ഞെട്ടിപ്പോയി. തിരിഞ്ഞു നോക്കിയപ്പോ ആരെയും കാണുന്നില്ല. മറ്റാരുമില്ലാത്ത വനപ്രദേശം. ഇത് അശരീരിയാണോ അതോ വല്ല അഭൗമ ശക്തികളാണോ ഇങ്ങനെ രൂപമില്ലാതെ ശബ്ദമുണ്ടാക്കുന്നത്? അവൾക്ക് അങ്ങനെ തോന്നി, പേടി തോന്നി. തോന്നലാവും, വെറുതെ തോന്നിയതാവും, അങ്ങനെ ശബ്ദം കേട്ടെന്ന് തോന്നിയതാവും. അവൾ മുമ്പോട്ട് വീണ്ടും നടന്നു. നിൽക്കോ, നിങ്ങളോടാണ് പറഞ്ഞത്. അവൾ തിരിഞ്ഞു നിന്നു. ആരുമില്ല. ഇത് വല്ലാത്ത ഏർപ്പാടാണല്ലോ. അല്പം കഴിഞ്ഞില്ല, ഇതാ ആ കാട്ടുപന്തക്കിടയിൽ നിന്ന് മറ്റൊരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ആലോചിച്ചു, ചേട്ടാ ഇതെല്ലാം ഈ കാട്ടിനുള്ളിൽ നിന്ന് എങ്ങനെ ചാടി വരുന്നു? ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ. അയാളുടെ വേഷം കണ്ടില്ലേ? തനി ധ്വരയുടെ വേഷം, തനി സായിപ്പിന്റെ വേഷം. നീല ഫ്ലാനൽ സൂട്ട് ധരിച്ചൊരു ചുവന്ന ടൈയും കെട്ടിയിട്ട്, നീല ഫ്ലാനൽ സൂട്ട് ധരിച്ചൊരു ചുവന്ന ടൈയും കെട്ടിയിട്ട്, വരുന്ന കയ്യിൽ ക്യാമറ തൂക്കി വരുന്ന മെല്ലെ യുവാവേഗൻ, വരുന്ന കയ്യിൽ ക്യാമറ തൂക്കി വരുന്ന മെല്ലെ യുവാവേഗൻ. ഇതാതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അയാളുടെ വേഷം നോക്കണം, ഒരു സാഹിബിന്റെ വേഷം തന്നെ. കടും നീല നിറത്തിലെ കോട്ടും പാൻറ്റും, തൂവെള്ള ഷർട്ട് ഇട്ടിരിക്കുന്നു, ചുവന്ന ടൈ കിട്ടിയിരിക്കുന്നു, കറുത്ത കണ്ണട വെച്ചിരിക്കുന്നു, വലത് കയ്യിൽ പുകയുന്ന സിഗരറ്റ്. അയാൾ മന്ദഹസിച്ചു നിൽക്കുന്നു, പരിചിത ഭാവത്തിൽ മന്ദഹസിച്ചു നിൽക്കുന്നു. അവൾക്ക് പെട്ടെന്ന് ആളെ മനസ്സിലായില്ല. അയാൾ മുമ്പോട്ട് വന്നു, ആ കറുത്ത കണ്ണട കയ്യിലെടുത്തു. ആ കണ്ണുകൾ അവൾ കണ്ടു. ഇതാ മറ്റാരുമല്ല, ദേവയ്യൻ. പുതിയ വേഷത്തിൽ വന്നപ്പോൾ അവൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ. ദേവയ്യൻ തന്നെ. അയാളിതാ അവളെ അടിമുടി നോക്കുന്നു. ആഹാ മിസ്സേ, നിങ്ങൾ ആകെ മാറിയിരിക്കുന്നത് എങ്ങനെയെന്ന മട്ടിൽ അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കി. അയാൾ പറഞ്ഞു, പുള്ളിമാനിന്നൊരു ദേവതയായി വന്നിങ്ങു നിൽപ്പു മത്സന്നിധി, പുള്ളിമാനിന്നൊരു ദേവതയായി വന്നിങ്ങു നിൽപ്പു മത്സന്നിധി. എന്റെ മിസ്സേ, ഇന്നലെ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങളൊരു പുള്ളിമാനെ പോലെ, എന്നാൽ ഇന്ന് പുള്ളിമാനിന്നൊരു ദേവതയായി വന്നിങ്ങു നിൽപ്പു മത്സന്നിധി, പുള്ളിമാനിന്നൊരു ദേവതയായി വന്നിങ്ങു നിൽപ്പു മത്സന്നിധി.
ഇങ്ങനെ പറയുന്ന കേട്ടപ്പോ അവൾ മുഖമുയർത്തി അയാളെ നോക്കി, എന്നിട്ട് പറഞ്ഞു, പാവമീ എന്നെ പരിഹസിപ്പാൻ മണമാവില്ലേ നിങ്ങൾ, പാവമീ എന്നെ പരിഹസിപ്പാൻ മണമാവില്ലേ നിങ്ങൾ. അയ്യോ മിസ്സസേ, ഞാൻ നിങ്ങളെ പരിഹസിക്കുകയല്ല, എനിക്കതിന് കഴിയില്ല. സത്യം പറഞ്ഞാൽ മിസ്സസേ, ഞാൻ നിങ്ങളെ പ്രശംസിക്കുകയാണ്. എങ്കിലും ഒരു സംശയം, ഈ വിലയേറിയ പത്രമെല്ലാം ഈ വിജന സ്ഥലത്താരു കാണാൻ, ഈ വിലയേറിയ പത്രമെല്ലാം ഈ വിജന സ്ഥലത്താരു കാണാൻ. മിസ്സസേ, നിങ്ങൾ ഇത്രയും മോടിയായിട്ട് അണിഞ്ഞൊരുക്കി വന്നിരിക്കുന്നത് ആരെ കാണിക്കാനാണ്? ഈ വനസ്ഥലിയിൽ മറ്റാരും വരാറില്ല. നായാട്ടുകാരെ തെറ്റിദ്ധരിച്ച് വരുന്നെങ്കിലായി. നിങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക, ഇത്രയും മോടിയായ വേഷത്തിന്റെ ആവശ്യം എന്താണ്? അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യപ്പോൾ അവൾ ചുണ്ടിയെടുത്ത് ചോദിച്ചു, അല്ല, ഞാൻ ഈ വേഷം ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ നഷ്ടം? നിങ്ങൾ ഈ സായിപ്പിന്റെ വേഷം ഇട്ടി കാട്ടി വന്നിരിക്കുന്നത് ആരെ കാണിക്കാനാണ്? മിസ്റ്റർസേ, നമുക്ക് രണ്ടുപേർക്കും ഒരു കാഴ്ചപ്പാടാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വേഷമിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വേഷമിട്ടതിന്റെ ഇഷ്ടം, ആ വേഷം കാണുന്നതും എന്റെ ഇഷ്ടം, ഈ വേഷമിട്ടതിന്റെ ഇഷ്ടം, ആ വേഷം കാണുന്നതും എന്റെ ഇഷ്ടം. അയാളെ ഈ പാട്ടും കഥാപ്രസംഗവും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സംഭാഷണം നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര നന്നല്ല എന്ന് അവൾക്ക് തോന്നി. അവൾ സ്കൂളിൽ പോവുകയും വേണം. ദേ, നിങ്ങളുടെ തൂവാല ഞാൻ ഇളക്കി കൊണ്ടുവന്നിട്ടുണ്ട്, ഇത് വാങ്ങിട്ട് എന്റെ പുസ്തകം തിരിച്ചു തരും. അയാൾ മിണ്ടാതെ മുഖം ധരിച്ചു നിൽക്കുന്നു. പറഞ്ഞു കേട്ടില്ലേ, ഈ തൂവാല വാങ്ങിക്കും, എന്റെ പുസ്തകം തിരിച്ചു തരാൻ. അയാൾ വീണ്ടും അതേ നിൽപ്പ് തന്നെ. എന്താ നിങ്ങൾക്ക് ചെവി കേട്ടൂടെ? ഇതാ നിങ്ങളുടെ തൂവാല. ആ തൂവാല അയാളുടെ നേർക്ക് അവളെ എറിഞ്ഞു കൊടുത്തു. അയാൾ പെട്ടെന്ന് അത് പിടിച്ചു. പുസ്തകം തിരിച്ചു തരൂ, എന്റെ പുസ്തകം തരാൻ. വിശ്വസേ, ആ പുസ്തകത്തിന് കുഴപ്പം പറ്റി. എന്ത് കുഴപ്പം? എന്റെ മിസ്സസേ, വായിച്ചു തീർന്നില്ലേ നീയും ആ പുസ്തകം? അല്ല മിസ്സസ്, പോകരുത്, എനിക്ക് ചോദിച്ചറിയാനുണ്ട്. എന്തായി കയ്യിലെ മുറിവ്? എന്തായി വിരലിൽ മുറിപ്പാടുണങ്ങിയോ? എന്തായി ഇതിന്റെ ചികിത്സ നന്നോ? എന്തായി വിരലിൽ മുറിപ്പാടുണങ്ങിയോ? എന്തായി ഇതിന്റെ ചികിത്സ നന്നോ? എന്തായി ഇതിന്റെ ചികിത്സ നന്നോ? നടക്കില്ല. അവളവിടെ പാട്ടിന് പോയി, സ്കൂളിൽ പോയി. അടുത്ത ദിവസം അവൾ ആ തടാക തീരത്തെത്തിയപ്പോൾ അവിടെ നിൽക്കുന്നു ദേവയ്യൻ. ഹലോ മിസ്സസ്, ഗുഡ് മോർണിംഗ്, സുഖം തന്നെയല്ലേ? അവളൊന്നും മിണ്ടാതെ അങ്ങ് പോയി. ഒരാള് അഭിവാദ്യം ചെയ്താൽ പ്രത്യഭിവാദ്യം ചെയ്യണം, അതാണ് മര്യാദ. ആ മര്യാദ പോലും കാണിക്കാതെ അയാൾ അപമാനിച്ചുകൊണ്ട് അവൾ നടന്നുപോയി. അടുത്ത ദിവസം അവൾ വീണ്ടും വന്നപ്പോൾ അയാൾ അവിടെ തന്നെ ഉണ്ട്, ഒരു വ്രതം പോലെ അയാൾ അവിടെ കുറ്റിയടിച്ചിരിക്കുകയാണ്. ഹലോ മിസ്സസ്, ഗുഡ് മോർണിംഗ്, സുഖം തന്നെയല്ലേ? അവളൊന്നും മിണ്ടിയില്ല. ഹലോ മിസ്സസ്, ഗുഡ് മോർണിംഗ്, സുഖം തന്നെയല്ലേ? അടുത്ത ദിവസം. അങ്ങനെ ഇത് ഒരു പതിവായി തീർന്നു. അവൾ ശ്രദ്ധിക്കാതെ നടന്നു പോകും. ഒരു ദിവസം ദേവയ്യന് തന്നെ അങ്ങ് ബോറടിച്ചു. ഒരു മാറ്റമൊക്കെ വേണ്ടേ? അയാള് ഒരു ദിവസം ആ കാട്ടുപന്തയിൽ പതുങ്ങി നിന്നു. അവൾ വന്ന് നടന്ന് ഇത്തിരി ദൂരം മുമ്പോട്ട് നടന്നതിന് ശേഷം പിന്നാലെ ചെന്നു. അവൾ തലയിൽ ചൂടിയിരുന്നൊരു പനിനീർ പൂ അയാളെ ചെന്ന് വലിച്ചൂരിക്കരുത്. അവളെ ഞെട്ടിത്തിരിഞ്ഞു നോക്കി, കാര്യം മനസ്സിലാക്കി. ഒരു സിംഹിയെ പോലെ ഗർജിച്ചുകൊണ്ടങ്ങ് ചെന്നു. നാണമില്ലാത്ത മനുഷ്യ, നിങ്ങൾക്ക് നാണമില്ല എന്റെ പിന്നാലെ ഇങ്ങനെ കൂടാൻ? ആ നിപ്പ് കണ്ടില്ലേ? ഒരു സ്ത്രീ തലയിൽ ചൂടിയിരിക്കുന്ന പൂ എടുത്ത് അതിന്റെ ചന്തം കാണേ. നാളെ മുതൽ എന്നോട് ഇങ്ങനെ കളിക്കാനും മറ്റും വന്നാലുണ്ടല്ലോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കാലിൽ ചെരുപ്പ് കിടന്നു, സൂക്ഷിച്ചു വേണം. അയാൾ തമ്മിണ്ടാതെ നിൽക്കുന്നു, അവളെ തന്നെ നോക്കി നിൽക്കുന്നു, ഒരക്ഷരം ഉരിയാടാതെ നിൽക്കുന്നു. അവൾ ആ നോട്ടത്തിൽ വല്ലാതെ കുടുങ്ങിപ്പോയതുപോലെ അവളും അറിയാതെ അയാളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. ഇതാ ആ കണ്ണുകളിൽ നിന്ന്, അവന്റെ കണ്ണുകളിൽ നിന്ന് വികാരത്തിന്റെ ശലഭങ്ങൾ ചിറകടിച്ച് തന്റെ മിഴികളിലേക്ക് കടന്നു വരുന്നത് പോലെ അവൾക്ക് തോന്നി. വളരെ പെട്ടെന്നാണ് അത് സംഭവിച്ചത്. അന്നത്തെ പോലെ അയാൾ മുമ്പോട്ട് വന്നു, അവളുടെ കൈക്ക് കയറി പിടിച്ചു, മുറുകെ പിടിച്ചു. അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അയാൾ എന്നിട്ട് പറയുന്നു, പാർവതി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, പാർവതി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എടാ നാശമേ, ഇതായിരുന്നു പരിപാടിയെങ്കിൽ 5-6 ദിവസം ഹലോ മിസ്റ്റർ ഗുഡ് മോർണിംഗ്, സുഖം തന്നെയല്ലേ ഇത് പറയാൻ ഇത് ആദ്യമേ പറഞ്ഞാൽ പോരായിരുന്നു. അയാൾ പിടിവിടുന്ന ലക്ഷണമില്ല. ആ ചെറുപ്പക്കാരൻ തന്റെ സംഭാഷണം തുടരുന്നു. മിസ്റ്റർസേ, ഞാൻ വിവേകമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്.
അവിവേകിയാണു ഞാൻ, കഴിവില്ല എനിക്കൊരു കവിയെ പോലെ അന്തർഗതങ്ങൾ വർണ്ണിക്കുവാൻ. അവിവേകിയാണു ഞാൻ, കഴിവില്ല എനിക്കൊരു കവിയെ പോലെ അന്തർഗതങ്ങൾ വർണ്ണിക്കുവാൻ. വളച്ചു കെട്ടിച്ചൊല്ലാൻ വശമില്ലിത നിന്നെ അതിഗാഠമായി സ്നേഹിക്കുന്നു ഞാനൻ പാർവതി. വളച്ചു കെട്ടിച്ചൊല്ലാൻ വശമില്ലിത നിന്നെ അതിഗാഠമായി സ്നേഹിക്കുന്നു ഞാനൻ പാർവതി. പറയുക ഇഷ്ടമോ നിനക്കെന്നെ, പറയുക ഇഷ്ടമോ നിനക്കെന്നെ, പറയുക ഇഷ്ടമോ നിനക്കെന്നെ. അവൾ അന്ധാളിച്ചു നിന്നു, ഒരു വാക്കുരിയാടാൻ കഴിയാതെ നിന്നു. കാരണം കാടിന്റെ ഒത്ത മധ്യത്ത് മറ്റാരുമില്ലാത്ത നേരത്ത് ഗന്ധർവതുല്യനായ ചെറുപ്പക്കാരൻ വന്ന് തന്റെ കരം ഗ്രഹിച്ചുകൊണ്ട് ആ കരം പിടിച്ച് അയാളുടെ കരലിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ചോദിക്കുന്ന കേട്ടില്ലേ, പറയുക ഇഷ്ടമോ നിനക്കെന്നെ, പറയുക ഇഷ്ടമോ നിനക്കെന്നെ, ദേവന്റെ കൈമുറുകി പറയുക ഇഷ്ടമോ നിനക്കെന്നെ. പാർവതിക്ക് തോന്നി, മിസ്റ്റർ ദേവയ്യൻ, എനിക്ക് നിങ്ങളെയും ഇഷ്ടമാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്. അത് പറയണമെന്ന് തോന്നി, പക്ഷെ വാക്കുകൾ പുറത്തേക്ക് വന്നില്ല. ഒരു നിമിഷം അവൾ സ്ഥലകാലം മറന്നങ്ങനെ നിന്നു. ആ സ്ഥലകാല ബോധം വീണ്ടും കിട്ടുമ്പോൾ അവൾ മനസ്സിലായി താൻ മറ്റൊരവസ്ഥയിലാണ്. താൻ അറിയാതെ ആ ചെറുപ്പക്കാരന്റെ കരവലയത്തിനുള്ളിൽ പെട്ടിരിക്കുന്നു. താനൊന്നും അറിയാതെ താൻ ആ ചെറുപ്പക്കാരന്റെ കരവലയത്തിനുള്ളിൽ നിൽക്കുന്നു. അയാളുടെ ആശ്ലേഷത്തിന് വഴങ്ങി, അയാളുടെ ഈ ആശ്ലേഷത്തോട് ഇഷ്ടം പ്രകടിപ്പിച്ചു. താൻ അറിയാതെ അയാളുടെ മാറിൽ മുഖം ചേർത്ത് അങ്ങനെ നിൽക്കുന്നു. സ്ഥലകാല ബോധം വീണ്ടും കിട്ടിയപ്പോ അവൾ കുതിരി മാറി, എന്നെ വിട്, എന്നെ വിട്. അവൾ ആ കരവലയത്തിനുള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു. മിസ്സസ് പോവരുത്, പോവരുത്, അവിടെ നിൽക്കാൻ. അവൾ ഓടുന്നു, മിസ്സസ് പോവരുത്. അവൾ നിൽക്കുന്നില്ല. അവൾ തിരിഞ്ഞു നോക്കി ഓടുന്നു. ഒരു പുള്ളിമാനെ പോലെ അവൾ ഓടി മറഞ്ഞു. പാർവതി മിസ്സസിന്റെ ജീവിതത്തിൽ അത്യപൂർവമായ ഒരു സംഭവം. അന്ന് അവൾ സ്കൂളിൽ ചെന്നിട്ട് സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരോട് ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. ആശയങ്ങൾ അങ്ങോട്ട് കൈമാറാൻ കഴിയാത്ത ആശയങ്ങളാണ് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ സംഭവം താൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവം. താൻ വളരെ സംയമനം പാലിച്ച ചെറുപ്പക്കാരനെ ഒഴിവാക്കി നിൽക്കുകയായിരുന്നു. അയാൾ അതിസുന്ദരനാണ്. അയാളുടെ സൗന്ദര്യത്തിൽ അവൾ ആകൃഷ്ടയായി, തീർച്ച. അത് അവൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിൽ നിന്ന് അവൾ ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് താൻ അറിയാതെ തന്റെ നിയന്ത്രണം കൈവിട്ടുപോയി. താൻ ആ ചെറുപ്പക്കാരന്റെ കരവലയത്തിനുള്ളിൽ പെട്ടുപോയി. ഒരു അസാധാരണ സംഭവമാണ്. തന്റെ മനസ്സിന്റെ കടിഞ്ഞാൺ കൈവിട്ടു പോയതുപോലെ. അതുകൊണ്ട് അവൾ സ്കൂളിൽ ചെന്ന് മറ്റാരോടും അധികം സംസാരിക്കുന്നില്ല. എന്താ പാർവതി മിസ്സസ് സഹപ്രവർത്തകർ ചോദിക്കുന്നു, വല്ലം കണ്ട് പേടിച്ചോ? കാട്ടിനുള്ളിൽ വല്ല പുലിയോ വല്ലതും ഇറങ്ങിയതാണോ? ഏയ് ഒന്നുമില്ല. പിന്നെന്താ വല്ലാതിരിക്കുന്നു? ഏയ് ഒന്നുമില്ല. അവൾ ക്ലാസ്സിൽ ചെന്നു. കുട്ടികളെ പഠിപ്പിക്കേണ്ട നേരത്തിന് പലരും ആലോചിച്ച് നിൽക്കുന്നു. കുട്ടികൾ ക്ലാസ്സിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു. അറിയാമല്ലോ, നമ്മുടെ കൊച്ചുങ്ങളല്ലേ, വലിയ വിളവെടുക്കുന്ന പിള്ളേരാണ്. അവര് ക്ലാസ്സിൽ കിടന്ന് ബഹളം തുടങ്ങും. അപ്പൊ അവള് ചൂരിലെടുത്ത് മേശപ്പുറത്ത് അടിക്കുന്നു. സൈലൻസ്, സൈലൻസ്. പിള്ളേരെ ഏതാണ്ട് കുറ്റം ചെയ്തതുപോലെ. അവള് പഠിപ്പിക്കാത്തതല്ല കുഴപ്പം. അവൾ ക്ലാസ്സിൽ നിന്ന് മടങ്ങി വന്നു. വീണ്ടും സഹപ്രവർത്തകരുടെ ചോദ്യശരങ്ങൾ കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പതിവിലും നേരത്തെ അവൾ അന്ന് സ്കൂളിൽ നിന്നിറങ്ങി വീട്ടിൽ മടങ്ങിയെത്തി. ആ തടാകതീരത്ത് നിന്നാൽ അവളുടെ വീട്, തടാകതീരത്ത് നിന്നാൽ അവളുടെ വീട് കാണാം. അവിടെ നിന്നാൽ തടാകതീരവും കാണാം. ഇരുനില വീടാണ്. അവൾ അതിന് രണ്ടാമത്തെ നിലയിൽ ആ വരാന്തയിൽ ചെന്നിരുന്നു. സായാഹ്നം അകലെ കാണാം ഇന്ന് രാവിലത്തെ സംഭവങ്ങൾ സാക്ഷ്യം വഹിച്ച ആ തടാകതീരവും മറ്റും. ആ സംഭവങ്ങളെല്ലാം അവളുടെ മനോമുകുരത്തിലൂടെ ഇങ്ങനെ കടന്നു ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് പുതിയൊരു ചിത്രം കടന്നു വന്നു. അവളുടെ ഭർത്താവിന്റെ ചിത്രം, മരിച്ചുപോയ അവളുടെ ഭർത്താവിന്റെ ചിത്രം. സഹൃദയരെ, സുഹൃത്തുക്കളെ, പാർവതി മിസ്സസ് ഒരു വിധവയാണ്. അവൾക്കൊരു ഭർത്താവുണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. വിവാഹം കഴിഞ്ഞ സമയത്ത് കുടകിലെ ആളുകൾ അസൂയരാണ് തങ്ങളെ നോക്കിയിരുന്നത്. പെണ്ണുങ്ങൾ പറയും, എന്ത് ചേർച്ചയുള്ള ദമ്പതികൾ, ഇതുപോലെ ചേർച്ചയുള്ളവരെ കുടകനാടിന് കിട്ടിയിട്ടില്ല. അത്ര ചേർച്ചയായിരുന്നു താനും ഭർത്താവും. ശാരീരികമായി മാത്രമല്ല, മനസ്സുകൊണ്ടും എന്തൊരു പൊരുത്തമായിരുന്നു, എന്തൊരു സൗഭാഗ്യമായിരുന്നു. സൗഭാഗ്യത്തിന്റെ ദിനങ്ങളായിരുന്നു അന്നൊക്കെ. പക്ഷേ വളരെ പെട്ടെന്നല്ലേ വിധി വന്നെല്ലാം മായ്ച്ചു കളഞ്ഞത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു മകനെ കിട്ടി, പൊന്നോമന മകനെ. അവന് 1 വയസ്സും തികഞ്ഞു. അവന്റെ ജന്മദിനം വന്നു. ജന്മദിനാഘോഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം അവന്റെ അച്ഛൻ കാട്ടിൽ വേട്ടയ്ക്ക് പോയി. അവളുടെ ഭർത്താവ് വേട്ടയ്ക്ക് പോകുന്നതിൽ വലിയ കമ്പമുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ പോയ മനുഷ്യൻ നാളിതുവരെ മടങ്ങി വന്നിട്ടില്ല. അന്വേഷിച്ചു പോയവർ കൊണ്ടുവന്നത്
ആ മനുഷ്യൻ കൊണ്ടുപോയ തോക്ക് മാത്രമായിരുന്നു. അതോടെ തീർന്നു അവളുടെ ദാമ്പത്യം. ജീവിതം ഒരു ഗതിക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. 8 വയസ്സുള്ള മകൻ, ഇന്ന് 8 വയസ്സായിരിക്കുന്ന തന്റെ മകൻ, പൊന്നോമന മകൻ, പിന്നെ സ്കൂളിലെ ജോലി, ഇത് രണ്ടുമാണ് അവളെ ഈ പുറം ലോകവുമായി ബന്ധിക്കുന്ന 2 ചങ്ങലക്കണ്ണികൾ. ജീവിത നദി ഒരു ഗതിക്ക് ഒഴുകുകയാണ്. അവളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ആ ഗതിക്ക് ജീവിതം ഒഴുകിയാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്നവൾക്കൊരു കണക്കുകൂട്ടലുണ്ട്. ആ കണക്കുകൂട്ടലിൽ അവൾ വളരെ സമാധാനപൂർണമായി ജീവിക്കുന്നു. അപ്പോഴാണ് ജീവിത നദിക്ക് പെട്ടെന്നൊരു ഗതിമാറ്റം സംഭവിച്ചതുപോലെ ഇന്ന് രാവിലത്തെ ആ സംഭവത്തോടു കൂടി തന്റെ ജീവിത നദിയുടെ ഗതി മാറുകയാണ്. വരണ്ടുണങ്ങിയ തന്റെ ദാമ്പത്യ ജീവിത മലർവാടി വീണ്ടും തളർത്ത് വസന്തം വരികയാണോ? അവളുടെ തോന്നലാണ്. വരണ്ട ജീവിത വസന്ത ജീവിത വനികയിലിത മടങ്ങി വന്നുവോ വസന്ത ഭംഗികൾ. വരണ്ട ജീവിത വസന്ത ജീവിത വനികയിലിത മടങ്ങി വന്നുവോ വസന്ത ഭംഗികൾ. ഇല്ല പാർവതി, നിനക്കൊരിക്കലും ദേവയ്യന്റെ കാമുകയാകാനും കഴിയില്ല. വൃഥാവിലാണു നിൻ വിചാരധാരകൾ, വൃഥാവിലാണു നിൻ വിചാരധാരകൾ, കൊതിച്ചിടേണ്ട നീ അനർഘ സിദ്ധികൾ. വൃഥാവിലാണു നിൻ വിചാരധാരകൾ, കൊതിച്ചിടേണ്ട നീ അനർഘ സിദ്ധികൾ, അനർഘ സിദ്ധികൾ, അനർഘ സിദ്ധികൾ. പാർവതി മിസ്ട്രസ് അവിടെ ആലോചിച്ചിരുന്ന നേരം പോയതറിഞ്ഞില്ല. ഇതാ സന്ധ്യ വന്നിരിക്കുന്നു, സന്ധ്യ പോകുന്നു. രാത്രിക്ക് വഴിയൊരുക്കിക്കൊണ്ട് സന്ധ്യ യാത്ര പറയുന്നു. സന്ധ്യയാം തോഴിക്കു യാത്ര ചൊല്ലി സുന്ദരി രാത്രിയണിഞ്ഞൊരുങ്ങി. സന്ധ്യയാം തോഴിക്കു യാത്ര ചൊല്ലി സുന്ദരി രാത്രിയണിഞ്ഞൊരുങ്ങി. കാരണിക്കൂന്തലിൽ ചൂടുവാനായിരം താരക പൂക്കളറുത്തെടുത്തു. കാരണിക്കൂന്തലിൽ ചൂടുവാനായിരം താരക പൂക്കളറുത്തെടുത്തു. സന്ധ്യയാം തോഴിക്കു യാത്ര ചൊല്ലി സുന്ദരി രാത്രി അണിഞ്ഞൊരുങ്ങി. അവൾ താഴെ എത്തി. മകന് അത്താഴമൊക്കെ കൊടുത്തു. അവൻ നേരത്തെ ആഹാരം കഴിക്കുന്നവനാണ്. രാത്രി ഒരു 8 മണിയായി കാണും. മകൻ ഉറങ്ങാൻ കിടന്നു. അവൾ ആ പത്രമാസികളൊക്കെ മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. മുൻവശത്തെ വാതിലടച്ച് ഭദ്രമാക്കിയതിനു ശേഷം പത്രമാസികൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. അവളൊന്ന് ഞെട്ടി. ഈ സമയത്തെന്നല്ല, സാധാരണയായി തന്റെ വീട്ടിൽ ആരും സന്ദർശകർ വരാറില്ല. ഈ ആ സമയത്ത്, രാത്രി ഇത്രയേറെ വൈകിയ സമയത്ത് ആരാണ് വാതിൽ വന്ന് മുട്ടുന്ന? അവളൊന്ന് ഞെട്ടിപ്പോയി. ആരാത്? വാതിൽ മുട്ടിയത് ആരാ? മറുപടിയില്ല. മറുപടി മുട്ടു മാത്രം. ആരാത്? അവൾ ചിലത് ഊഹിച്ചു. അവളുടെ മനസ്സിലൂടെ ചില ആശയങ്ങൾ കടന്നുപോയി. ആരാവും ഈ നേരത്തൊന്ന് മുട്ടാൻ? അതുകൊണ്ട് അവൾ ധൈര്യം അവലംബിച്ച് എന്ന് വാതിൽ തുറന്നു. ആരുമില്ല. പുറത്ത് നല്ല ഇരുട്ടുണ്ട്. വീട്ടുമുറ്റത്തുള്ള വൃക്ഷച്ചുവട്ടിൽ ആരോ നിൽക്കുന്നതായി അവൾക്ക് തോന്നി. നിഴൽ പോലെ. അവിടെ ഇത്തിരി വെളിച്ചമുണ്ട്, അരണ്ട വെളിച്ചമുണ്ട്. പുറത്ത് നല്ല സിഗരറ്റിന്റെ ഗന്ധം. അവളുടെ ഊഹം ശരിയാണെന്ന് അവൾക്ക് തോന്നി. ദാ ആ വൃക്ഷച്ചുവട്ടിൽ ആരോ നിന്ന് സിഗരറ്റ് പുകയ്ക്കുന്നു. അതിന്റെ ചന്തിവട്ടം കാണാം. ആരാത്? ആരാത്? ആ നിന്നയാൾ കൂടുതൽ വെളിച്ചമുള്ള ഭാഗത്തേക്ക് വാതിലിന് മുന്നിലേക്ക് വന്നു. ഇതാ നിൽക്കുന്നു ദേവയ്യൻ. ദേവയ്യൻ, നിങ്ങൾ എന്തിരിപ്പോ ഇവിടെ വന്നു? നിങ്ങൾ വന്നത് ഒട്ടും ശരിയായില്ല. ഞാനും എന്റെ മകനും മാത്രം താമസിക്കുന്ന വീട്ടിൽ ഈ സമയത്ത് വന്നത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ മടങ്ങിപ്പോവാൻ. മിസ്റ്റർസേ, നിങ്ങൾ എന്തിന് പരിഭ്രമിക്കുന്നു? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണോ? അല്ല, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാനല്ല വന്നത്. നിങ്ങൾ വെറുതെ ഉപദ്രവിക്കാൻ വന്നതുപോലെ എന്തിനിങ്ങനെ പേടിക്കുന്നു? ഒരു നിമിഷം നിങ്ങൾ എനിക്ക് അനുവദിക്കുമെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അവൾ മൗനം പൂണ്ട് സമ്മതം പ്രകടിപ്പിച്ചു. മിസ്റ്റർസേ, നിങ്ങളെന്തൊരു സ്ത്രീയാണ്. പുറത്തെ കാഴ്ചകൾ കാണണം എന്നുണ്ടെങ്കിൽ അകത്തിരുന്നാൽ എങ്ങനെ കഴിയും? പുറത്ത് നടക്കുന്ന എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വാതിലടച്ചിരുന്നാൽ ശരിയാവില്ല. നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഈ വനത്തിന്റെ ഭംഗി നിങ്ങൾക്ക് കാണണ്ടേ മിസ്റ്റർ?
പാല് പോലുള്ള പൂനിലാവിലെ പാരിടം കുളിരേകവേ, പാല് പോലുള്ള പൂനിലാവിലെ പാരിടം കുളിരേകവേ, പാർവതി നീയുമൊത്തു കാടിതിൽ പാടിയാടുവാൻ വന്നു ഞാൻ, പാർവതി നീയുമൊത്തു കാടിതിൽ പാടിയാടുവാൻ വന്നു ഞാൻ, പാല് പോലുള്ള പൂനിലാവിലെ പാരിടം കുളിരേകവേ, പാർവതി നീയുമൊത്തു കാടിതിൽ പാടിയാടുവാൻ വന്നു ഞാൻ, പാടിയാടുവാൻ വന്നു ഞാൻ. വരൂ, എന്നോടൊപ്പം വരൂ, നമുക്ക് ആ തടാക തീരത്ത് പോയിരിക്കാം. വരാനേ. വരൂ വരൂ താഴ്വരയിലെ പാറമേൽ പോയിരുന്നിടാം, നീ വരൂ വരൂ താഴ്വരയിലെ പാറമേൽ പോയിരുന്നിടാം, നീ വരൂ വരൂ താഴ്വരയിലെ പാറമേൽ പോയിരുന്നിടാം, നീ വരൂ വരൂ താഴ്വരയിലെ പാറമേൽ പോയിരുന്നിടാം, പാലു പോലുള്ള ഭൂമിലാവിലി പാരിടം കുളിരേകവേ, പാർവതി നീയുമൊത്തു കാടിതിൽ പാടിയാടുവാൻ വന്നു ഞാൻ, പാടിയാടുവാൻ വന്നു ഞാൻ, പാടിയാടുവാൻ വന്നു ഞാൻ. ഇതാ പാർവതി മിസ്ട്രസ് അവനോടൊപ്പം നടക്കുന്നു. യാന്ത്രികമായ ഒരു സ്വപ്നാടകയെ പോലെ, ഒരു സ്വപ്നത്തിൽ എന്ന പോലെ അവനോടൊപ്പം ഓരൻ ചേർന്ന് നടക്കുന്നു. അല്പദൂരം ചെന്നപ്പോൾ അവൻ അവളുടെ കരം ഗ്രഹിച്ചു. അവൾ പ്രതിഷേധിച്ചില്ല, ആ കൈ പിൻവലിച്ചില്ല. ഇത്തിരി ദൂരം കൂടി നടന്നപ്പോൾ അവൻ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ ഒരു കൈ അവളുടെ തോളത്ത് വെച്ചു. അതിനും അവൾ പ്രതിഷേധിച്ചില്ല. അവർ രണ്ടുപേരും ആ തടാക തീരത്ത് എത്തിക്കഴിഞ്ഞു. ദേവയ്യൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ആ നിലാവിൽ കുളിച്ചു നിൽക്കുന്ന ഈ വനസ്ഥലി ആകെ തികച്ചും കാൽപ്പനികമായ ഒരു അന്തരീക്ഷം. ആ തടാക തീരത്തെ പാറപ്പുറത്ത് രണ്ടുപേരും ഇരുന്നു. ആ തടാകം നിലാവിൽ വെട്ടിത്തിളങ്ങുന്നു. നിലാവെളിച്ചം നാല് പാടും ചിതറുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞ് ദേവയ്യൻ പാർവതിയുടെ മുഖത്തേക്ക് നോക്കി. ആ നിലാവ് വന്ന് അവളുടെ മുഖത്ത് ചെരിഞ്ഞു വീഴുന്നു. ആ മുഖം കൂടുതൽ ഭംഗിയാർന്നതായി അയാൾക്ക് തോന്നി. അയാൾ തന്റെ കൈ ഉയർത്തി അവളെ താടി പിടിച്ചെന്ന് ഉയർത്തി ആ കണ്ണുകളിലേക്ക് നോക്കി. മിസ്ട്രസേ, നിങ്ങൾക്കിഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും ഇന്നു മുതൽ ഞാൻ നിങ്ങളെ ഒരു പേര് വിളിക്കാൻ പോകുന്നു. പുള്ളിമാൻ. വള്ളിക്കുടിലിലെ പുള്ളിമാനേ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനേ, വള്ളിക്കുടിലിലെ പുള്ളിമാനേ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനേ, സ്നേഹിപ്പൂ നിന്നെ ഞാൻ എത്രമാത്രം, സ്നേഹിപ്പൂ ചൊല്ലാൻ എനിക്കു മേല, സ്നേഹിപ്പൂ നിന്നെ ഞാൻ എത്രമാത്രം, സ്നേഹിപ്പൂ ചൊല്ലാൻ എനിക്കു മേല, പള്ളിക്കുടിലിലെ പുള്ളിമാനേ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനേ, പള്ളിക്കുടിലിലെ പുള്ളിമാനേ, തുള്ളിക്കളിക്കുന്ന പുള്ളിമാനേ. ആ പാട്ട് എത്ര തവണ പാടിയെന്ന് അവനൊരു നിശ്ചയമില്ല. എത്ര തവണ കേട്ടു എന്ന് അവൾക്കും ഒരു നിശ്ചയമില്ല. എത്ര പാടിയാലും എത്ര കേട്ടാലും രണ്ടുപേർക്കും ഒരു മടുപ്പുമില്ല. നിലാവുള്ള രാത്രികളിൽ ഈ തടാക തീരത്ത് ഇവരുടെ സമാഗമം ഒരു നിത്യസംഭവമായി തീർന്നു. കുടകിലെ ജനങ്ങൾ അത് ശ്രദ്ധിച്ചു. പ്രശസ്തരുടെ പ്രണയ സംഗമങ്ങൾ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കപ്പെടാറുണ്ട്. പാർവതി അവിടെ അറിയപ്പെടുന്ന ഒരു അധ്യാപികയാണ്. അയാളാണെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഉദ്യോഗസ്ഥൻ. രണ്ടുപേരും പ്രശസ്തരാണ്. പ്രശസ്തരുടെ പ്രണയകഥ പെട്ടെന്ന് പ്രചരിക്കുമല്ലോ. കുടകിലെ സാധാരണ ജനങ്ങൾ അതൊരു സംസാര വിഷയമാക്കി മാറ്റിയിരിക്കുന്നു. ആണുങ്ങൾ ഒത്തുകൂടുന്നത് ചായക്കടയിലാണ്. ചായക്കടയിൽ അതിരാവിലെ പത്രം വായിക്കുന്നതിനിടയിൽ അവിടുത്തെ ജനങ്ങൾ ഇതാണ് ചർച്ച ചെയ്യാറ്. അവര് പരസ്പരം പറയുന്നു, രണ്ടുപേരും ഇപ്പോ നിരന്തരം കൂടുന്നുണ്ട് കേട്ടോ, ഈ പോക്ക് അത്ര ശരിയല്ല. പൊതുജനങ്ങളുടെ സംസാരം. സ്കൂളിൽ അധ്യാപികമാർ തന്റെ സാന്നിധ്യത്തിൽ, പാർവതിയുടെ അസാന്നിധ്യത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിപ്പോൾ സന്തോഷമാണ്. തന്റെ സാന്നിധ്യത്തിൽ പറയുന്നത് അവൾ മറഞ്ഞു നിന്ന് കേൾക്കാറുണ്ട്. സുന്ദരനായ ചെറുപ്പക്കാരനായ ദേവയ്യന്റെ കാമുകിയാണ് താനെന്ന് പറയുന്നത് അവൾക്ക് വലിയ അഭിമാനമായി തീർന്നിരിക്കുന്നു. പിന്നാലെ കൂടാൻ ഒരുത്തനുണ്ടാവുക പെണ്ണിന് അഭിമാനമല്ലേ എന്നവൾ ചിന്തിക്കുന്നു. കുളിക്കടവിൽ പെണ്ണുങ്ങളുടെ സംസാരവും ഇത് തന്നെ. അവരസൂയ പറയുന്നു, അല്ലേ, എന്നാലും ഈ പാർവതി മിസ്ട്രസിന് ഇത് കൊള്ളാമോ? നിനക്ക് അസൂയായോണ്ട് നീ പറയാടി. പിന്നെ ഞാൻ എന്തിനാ അസൂയപ്പെടുന്നത്? എനിക്ക് നല്ല നാന്തരം ഭർത്താവുണ്ട്. അയാളങ്ങ് പട്ടാളത്തിലല്ലേ? ആ പട്ടാളത്തിലാണെങ്കിലും ഇവിടെ വരും ലീവിന്. ഇപ്പോ വീട്ടിൽ നിന്ന് ലീവ് എടുത്തിരിക്കുക, ഇനി പട്ടാളത്തിൽ നിന്ന് ലീവ് എടുത്ത് ഇവിടെ വരും. അങ്ങനെ പോകുന്നവരുടെ സംഭാഷണം. അവൾക്ക് ഇക്കാര്യം വളരെ ഇഷ്ടമായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൾ ദേവയ്യനെ പേരല്ല വിളിക്കുക, ദേവണ്ണ എന്നാണ്. അവളെക്കാൾ 2 വയസ്സിന് ഇളയതാണ് ദേവയ്യൻ, എങ്കിലും ദേവണ്ണ എന്നാണ് വിളി.
ദേവണ്ണം വന്നിട്ട് 2-3 ദിവസമായി. അയ്യോ, ഇനിയിപ്പോ വരാതിരിക്കുമോ ദൈവമേ? അവൾക്ക് വല്ലാത്ത ഉത്കണ്ഠ. ദേവയ്യനെ കാത്ത് കാത്ത് അവൾ അങ്ങനെ ദൂരത്ത് കണ്ണു നട്ടിരുന്നു. ദേവയ്യൻ അങ്ങോട്ട് വരുന്നില്ല. അവിടെ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. കരിയില അനങ്ങുന്ന ശബ്ദം. തന്റെ വീട്ടിലേക്കുള്ള ആ ഒറ്റയടിപ്പാതയിൽ കരിയില അനങ്ങുന്ന ശബ്ദം. ദേവയ്യനാണ്. ദേവണ്ണം വരുന്നു. അവൾ കണ്ണു നട്ട് നിന്നു. പ്രത്യക്ഷപ്പെട്ടത് പോസ്റ്റ്മാൻ വന്ന് അവളോട് പറയുന്നു, മിസ്സസേ, നിങ്ങൾക്കൊരു ടെലിഗ്രാം ഉണ്ട്. അവൾ അത് ഒപ്പിട്ട് വാങ്ങി. പോസ്റ്റ്മാൻ പോയി. ആ ടെലിഗ്രാം അവൾ പൊട്ടിച്ചു നോക്കി. അയ്യോ മോനെ, ഇനി വന്നേ. ആ മോൻ ഓടിയെത്തി. എന്താമ്മേ? നമുക്ക് ഉടനെ പോണം. ഇവിടെ സിദ്ധപുരത്തേക്ക്. അമ്മയുടെ അച്ഛൻ സുഖമില്ല. അപ്പൂപ്പനോ? അതെ, തീരെ സുഖമില്ല. അസുഖം കൂടുതലാണെന്ന് കമ്പി വന്നിരിക്കുന്നു. ഉടൻ പുറപ്പെടണം. അവളുടെ തറവാടങ്ങ് സിദ്ധപുരത്താണ്. 100 മൈൽ അകലെ, കുടകിൽ നിന്ന് 100 മൈൽ അകലെ സിദ്ധപുരം എന്ന സ്ഥലം. അച്ഛൻ ആസന്നമരണനായി കിടക്കുന്നു എന്ന് ടെലിഗ്രാം വന്നിരിക്കുന്നു. കുട്ടിയുടെ കൈക്ക് പിടിച്ചവൾ ഏറ്റവും ആദ്യത്തെ വണ്ടി പിടിച്ച് അങ്ങോട്ട് യാത്രയായി. 5-6 മണിക്കൂർ യാത്ര ചെയ്യണം. അത്രയും ദീർഘമായ യാത്രയ്ക്ക് ശേഷം കുട്ടിയുടെ കൈയും പിടിച്ച് അവൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അല്പദൂരം നടക്കണം വീട്ടിലേക്ക്. തന്റെ വീട് താഴ്വാരത്തിലാണ്. ഉയർന്ന തലത്തിലുള്ള റോഡിൽ നിന്ന് നോക്കിയാൽ വീട് കാണാം, താഴ്വരയിൽ വീട് കാണാം. അവൾ ആ താഴ്വരയിലേക്ക് നോക്കി. വീട്ടുമുറ്റത്ത് നിറയെ ആൾക്കാർ. അരുതാത്തത് സംഭവിച്ചിരിക്കുമോ? അവൾക്ക് എന്തെന്നില്ലാത്ത ഉത്കണ്ഠ. കുട്ടിയുടെ കൈ പിടിച്ചവൾ താഴേക്ക് ഓടുകയായിരുന്നു. വീട്ടുമുറ്റത്ത് ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ടെങ്കിലും അവിടെ കനത്ത നിശബ്ദത. അച്ഛനൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഏതു നിമിഷവും സംഭവിക്കാവുന്ന ഒരവസ്ഥ. ആസന്ന മരണനായി കിടക്കുന്നു. അങ്ങോട്ട് കയറി ചെന്നു. അച്ഛന്റെ രോഗശയ്യക്കരികിൽ അതാ നിൽക്കുന്നു തന്റെ അനുജത്തി സീതമ്മ. അവൾക്കൊരു കൂടപ്പിറപ്പുണ്ട്, സീതമ്മ. ചേച്ചിയെ കണ്ടപ്പോ അവൾ ഓടി വന്നു. മുമ്പോട്ട് വന്ന് സീതമ്മയും പാർവതിയും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ഈ സഹോദരിമാരുടെ സ്നേഹപ്രകടനം കണ്ടപ്പോൾ, സ്നേഹവായ്പ കണ്ടപ്പോൾ ആസന്ന മരണനായി കിടക്കുന്ന ആ വൃദ്ധന്റെ മിഴികൾ നിറഞ്ഞു. ആ അവശതയിലും അയാൾ വികാരാധീനനായി. അയാളുടെ കവിളിലൂടെ കണ്ണുനീരൊഴുകി. പാർവതി ചെന്ന് നോക്കി. അച്ഛൻ കരയുന്നു. അച്ഛൻ എന്തിനാ കരയുന്നത്? അച്ഛൻ സങ്കടപ്പെടരുത്. ഞാൻ വന്നു, അച്ഛന്റെ മോള് വന്നു. അച്ഛൻ സങ്കടപ്പെടരുത്. ഇല്ല മോളെ, അച്ഛനൊരു സങ്കടവും ഇല്ല. പിന്നെ സീതമ്മ അയക്കാൻ പറ്റില്ല. അച്ഛന്റെ പെട്ടിയില് 5000 രൂപയുണ്ട്. അവളെ അയക്കുമ്പോ നീ അതിൽ പകുതി അവക്ക് കൊടുക്കണം. പകുതി കൊടുത്താൽ മതി. പിന്നെ ഇനി അവക്ക് അച്ഛനും അമ്മയും എല്ലാം നീ മാത്രമേ ഉള്ളൂ പാർവതി. കേട്ടോ മോളെ, അവളെ സങ്കടപ്പെടുത്തരുത്. സീതമ്മയെ സങ്കടപ്പെടുത്തരുത്. ഇല്ല അച്ഛാ, ഒരിക്കലും ഇല്ല. ഞാൻ സീതമ്മയെ സങ്കടപ്പെടുത്തില്ല. അച്ഛാ, സങ്കടപ്പെടാതെ. കൂട്ടമായി നിലവിളി ഉയർന്നു, പക്ഷേ വൃദ്ധൻ കേട്ടില്ല. തിരശീലയാ മുഖം മറച്ചിട്ടു. ആ സഹോദരിമാർ നിന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. തങ്ങളുടെ അച്ഛൻ, എല്ലാമായ അച്ഛൻ ഇതാ ഈ ലോകത്തോട് വിട പറഞ്ഞ നിൽക്കുമായി പോയിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞു. മരണസംബന്ധമായ ചടങ്ങുകൾ ബന്ധുക്കളെല്ലാം കൂടി നടത്തി തീർത്തു. ഇപ്പോഴൊരു പ്രശ്നം അനുജത്തിയാണ്. അമ്മ നേരത്തെ മരിച്ചിരുന്നു. അനുജത്തിക്ക് ആകെ താങ്ങും തൊടലും അച്ഛനായിരുന്നു. ഇനിയിപ്പോൾ അനുജത്തി തരിച്ചാണ്. അവളെ ഇവിടെ വിട്ടിട്ട് താനെങ്ങനെ കുടകിൽ ഒറ്റയ്ക്ക് പോയി സമാധാനമായി താമസിക്കും? ബന്ധുക്കളുമായി കൂടിയാലോചിച്ചു. ചില നിർദ്ദേശങ്ങൾ വന്നു. തറവാട് വിൽക്കുക, അനുജത്തി അങ്ങ് കുടകിൽ കൊണ്ടുപോവുക. വളരെ പെട്ടെന്ന് ആ കാര്യങ്ങൾ അവൾ നടത്തി തീർത്തു. തറവാടും സ്ഥലവുമെല്ലാം വിറ്റു. പണം ബാങ്കിലിട്ടിട്ട് അവൾ അനുജത്തെയും കൂട്ടി കുടകിലേക്ക് മടങ്ങി. കുടകിൽ മടങ്ങിയെത്തി 2 ദിവസം കഴിഞ്ഞാണ് ദേവയ്യൻ വിവരമറിഞ്ഞ് അങ്ങോട്ട് ചെന്നത്. ദേവയ്യനെ കണ്ട പാർവതി വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങി. ദേവയ്യൻ സമാശ്വസിപ്പിച്ചു. കരയാതെ പാർവതി, കരയാതെ. ജനിച്ചവരെല്ലാം ഒരു ദിവസം മരിക്കും. നീയും ഞാനും എല്ലാം മരിച്ച് മണ്ണടിയേണ്ടവരാണ്. നിന്റെ അച്ഛൻ ജീവിതത്തിലെ ചുമതലകൾ ചെയ്തു തീർത്തു. ആയുസ് പൂർത്തിയായി. ശാന്തമായി അദ്ദേഹം മടങ്ങിപ്പോയി എന്നോർത്ത് സമാധാനിക്കുക. കരയാതിരിക്കൂ. അയാളുടെ വാക്കുകൾ ഫലവത്തായി. അവളുടെ കരച്ചിലടങ്ങി. അവൾ കണ്ണു തുടച്ചു. രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നു. ദേവയ്യൻ നിലത്ത് നോക്കിയിരിക്കുന്നു. അകത്ത് വീട്ടിനുള്ളിൽ ഒരു കാൽപ്പെരുമാറ്റവും ചലനവും എല്ലാം കേട്ട് അയാൾ അകത്തേക്ക് ശ്രദ്ധിച്ചു. പാർവതി, ആരാ അകത്ത്? ആരെങ്കിലും ഉണ്ടോ?
ഉണ്ട്. ആരാ? എന്റെ അനുജത്തി സീതമ്മ. ആഹാ, നിനക്ക് അനുജത്തി ഉണ്ടോ? ആ ഉണ്ട്. നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവളങ്ങ് സിദ്ധപുരത്തായിരുന്നു. അച്ഛനെ നോക്കി അവൾ കഴിയുകയായിരുന്നു. അച്ഛൻ അവശതയിലായിരുന്നു. ഇത്ര പെട്ടെന്ന് പോകുമെന്ന് ഞാനും വിചാരിച്ചില്ല. അച്ഛൻ പോയപ്പോ പിന്നെ വീട്ടിൽ അവൾ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തറവാടെല്ലാം വിറ്റിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അവളുടെ ഇവിടെ ഉണ്ട്. ഓഹോ, അപ്പൊ നിനക്ക് അനുജത്തി ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് പരിചയപ്പെടട്ടെ. അനുജത്തി ഇങ്ങോട്ട് വിളിക്കും. സീതേ, സീതമ്മേ, എന്താക്ക? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താക്ക? നീ ഇപ്പുറത്തോട്ടൊന്ന് വരാനല്ലേ പറഞ്ഞത്? അവൾ വരുന്നില്ല. അവൾ കണ്ടു ആ മുൻവശത്ത് സുന്ദരനായ ഒരു പുരുഷൻ ഇരിക്കുന്നു. കൊല്ലാത്ത ലജ്ജ. എടി പെണ്ണെ, ഇങ്ങോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. അവൾ ഇതാ ഇറങ്ങി വരുന്നു. സീതമ്മ ഇറങ്ങി വരുന്നു. പാർവതിയുടെ അനുജത്തി സീതമ്മ. ചുംബനമേൽക്കാത്ത ചെമ്പകപ്പൂ പോലെ ചന്തം തികഞ്ഞ ഒരു പെണ്ണോമന പെണ്ണ് സീതമ്മ. അവൾ ആ വാതിലിൽ വന്നു നിന്നു. പകുതി മറഞ്ഞ് മൃഗളാവിവശയായി നിൽക്കുന്നു. അവളുടെ ചേലാഞ്ചലം ചുണ്ടോട് ചേർത്ത് കടിച്ച് നിലത്തൊറ്റക്കാലൂന്നി നിൽക്കുന്നു. ഒരു മാരദൂതിയെ പോലെ അങ്ങനെ നിൽക്കുന്നു. ദേവയ്യൻ അവളെ നോക്കി. അതിസുന്ദരിയായ പെണ്ണ് സ്വയം മറന്ന് അങ്ങനെ അങ്ങ് ഇരുന്നു പോയി. അയാൾ പരിസരം മുഴുവൻ മറന്നു. ഏറെ നേരം അവളെ അടിമുടി അങ്ങനെ നോക്കി. അയാളുടെ ഈ മാറ്റമൊക്കെ പാർവതി ശ്രദ്ധിക്കുകയായിരുന്നു. എന്താ അനുജത്തിയുടെ പേര്? ദേവയ്യൻ അതുകൂടി മറന്നു. സീതയെ സീതമ്മയെന്ന് വലിയവായി വിളിക്കുന്നത് അയാൾ കേട്ടതാണ്. പക്ഷെ പേരങ്ങ് മറന്നു. അയാൾ അത്രയ്ക്ക് സ്വയം മറന്നിരിക്കുകയാണ്. പേര് പറഞ്ഞു കൊടുത്തു. പാർവതിക്ക് ദേഷ്യം വരുന്നു. എടീ, പേര് പറഞ്ഞു കൊടുക്കാൻ. എന്റെ പേര് സീതമ്മ. അവൾ നെറ്റിച്ച് അകത്തേക്ക് ഒരു ഓട്ടം വെച്ചു കൊടുത്തു. അവൾ പോയ വഴി അയാളുടെ കണ്ണ് സഞ്ചരിക്കുന്നു, കണ്ണ് ഇളകി പോകുന്നത് പോലെ. അയാളുടെ ഈ മാറ്റമെല്ലാം പാർവതി ശ്രദ്ധിച്ചു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അന്നു മുതൽ ഏതോ മനഃശല്യം ബാധിച്ചു പാർവതി ഏറെ അസ്വസ്ഥയായി തീർന്നു. ഏതോ മനഃശല്യം ബാധിച്ചു പാർവതി ഏറെ അസ്വസ്ഥയായി തീർന്നു. താൻ സ്വന്തമെന്ന് കരുതുന്ന ദേവയ്യൻ അയാളിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്. താൻ സ്കൂളിൽ പോയാൽ സീതമ്മ ഒറ്റയ്ക്കാണ്. വീട്ടിൽ മറ്റാരുമില്ല. അവൾ ചെറുപ്പമാണ്, അവൾ സുന്ദരിയാണ്. ദേവയ്യനും ചെറുപ്പമാണ്. എത്ര നിശാശലഭങ്ങൾ ഇഴയുന്നു കൃത്തികുശങ്കകളാലേ. എത്ര നിശാശലഭങ്ങൾ ഇഴയുന്നു കൃത്തികുശങ്കകളാലേ. സ്കൂളിൽ ചെന്ന അവൾക്കൊരു മനസ്സമാധാനമില്ല. പെണ്ണ് വീട്ടിലും ആയി കിട്ടണം. സ്കൂൾ സമയം അവസാനമായി കിട്ടണം. ചില ദിവസം അവൾ ഉത്കണ്ഠമുഖത്ത് സ്കൂളിൽ നിന്ന് നേരത്തെ പുറപ്പെടും. പെട്ടെന്ന് അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുക, അപ്രതീക്ഷിതമായി ചെല്ലുക. ഒരു സർപ്രൈസ് വിസിറ്റ്, ഒരു സർപ്രൈസ് ചെക്കിംഗ്. ആ അർത്ഥത്തിലാണ് അവൾ ചെന്ന് വീട്ടിൽ പ്രത്യക്ഷപ്പെടുക. അവിടെ ചെന്ന് വിളിക്കും, സീതേ, സീതമ്മേ, എടി സീതേ. എന്താക്കാ? നീ എവിടാ? ഞാൻ ഈ മുറിക്കുള്ളിലുണ്ട്, എന്റെ മുറിയിലുണ്ട്. എന്തെടുക്കാ നീ അവിടെ? ഞാനിവിടെ വായിച്ചോണ്ട് കിടക്കുക. ഇങ്ങോട്ട് ഇറങ്ങി വന്നേടി. നീ എന്താ വായിക്കുക അവിടെ കിടന്ന്? ഞാൻ ഈ പുസ്തകം വായിക്കാം. എന്താടി അത്? അത് നോവലാണ്. വേണ്ട, നോവലും ചെറുകഥയൊന്നും നീ വായിക്കണ്ട. ഈ അക്കനെന്താ? ഞാൻ വായിച്ചെന്ന് വിചാരിച്ച അക്കനെന്താ? അക്കനെന്താ എന്റെ അടുത്ത് വഴക്കിന് വരും. എടി, അടങ്ങി ഒതുങ്ങി വേണം വീട്ടിൽ ജീവിക്കാൻ. പ്രായമായ പെൺപിള്ളേർ. ഇത് കൊള്ളാം. അവൾക്ക് മനസ്സിലായില്ല എന്തിനാണ് ഇങ്ങനെ തന്റെ അക്കൻ തന്നോട് ദേഷ്യപ്പെടുന്നതെന്ന് അവൾക്ക് തീരെ മനസ്സിലായില്ല. മറ്റൊരു ദിവസം കുറച്ചുകൂടെ നേരത്തെ വന്നു. സീതേ, സീതമ്മേ, വരുന്നേ. വെളിയിലാണ് വിളി കേട്ടത്. പുറത്ത് നീ എന്തെടുക്കുകയായിരുന്നു? ഞാൻ സാരി കെട്ടിയിടുകയായിരുന്നു. അപ്പൊ താൻ കരുതുന്ന പോലെ കുഴപ്പമൊന്നുമില്ല. അവൾക്ക് സമാധാനമായി. താൻ വിചാരിക്കുന്നത് പോലെ യാതൊരു കുഴപ്പവുമില്ല. ഇല്ല തൻ കണ്ണിൽ പെടുന്നില്ല തെല്ലുമേ ഉള്ളിലെ തോന്നൽ പോൽ ഒന്നും. ഉള്ളിലെ തോന്നൽ പോലൊന്നും. ഇല്ല തൻ കണ്ണിൽ പെടുന്നില്ല തെല്ലുമേ ഉള്ളിലെ തോന്നൽ പോൽ ഒന്നും. ഉള്ളിലെ തോന്നൽ പോലും. വെറുതെ തന്റെ ദുസ്സംശയങ്ങളാണ്, തന്റെ അസ്ഥാനത്തുള്ള സംശയങ്ങളാണ്, തന്റെ സ്വാർത്ഥത കൊണ്ട് തോന്നുന്ന സംശയങ്ങളാണ്. ആ പെൺകുട്ടി വെറും പാവമാണ്. തന്റെ അനുജത്തി ശുദ്ധ. എന്താക്കാ? മാൻ പറഞ്ഞത് ശരിയാണോ? എന്താ? ദേവണ്ണം വന്നിരുന്നോ? ആ, വന്നിരുന്നു. എപ്പോ? തന്നെ പോവുകയും ചെയ്തു. എന്താ ഈ ദേവണ്ണൻ ഇപ്പോ അക്കം വരുന്ന സമയമൊക്കെ മറന്നുപോയോ?